ഷെരീഫ കാർലോ, ഇസ്ലാം വിരുദ്ധതയിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള യാത്ര. അമേരിക്കക്കാരിയായ ഷെരീഫ കാർലോയുടെ ഇസ്ലാമിലേക്കുള്ള യാത്ര അത്ഭുതകരമാണ്. അമേരിക്കയിലെ ഇസ്ലാം വിരുദ്ധരായ ഒരു രഹസ്യ സംഘടന തങ്ങളുടെ സംഘത്തിൻ്റെ ഭാഗമാക്കുകയും ഈജിപ്തിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഇസ്ലാം സ്ത്രീവിരുദ്ധമാണെന്ന രൂപത്തിൽ പ്രചാരണം അഴിച്ചുവിടാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനാരംഭിച്ച അവർ പിന്നീട് സത്യസന്ദേശത്തിൻ്റെ ചാരത്തെത്തുകയാണുണ്ടായത്. അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ആ വിവരണത്തിന് നമുക്ക് കാതോർക്കാം. എൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിൻ്റെ കഥ ഒരുപാട് പദ്ധതികളുടെ കൂടെ കഥയാണ്. എൻ്റേതായ പദ്ധതികൾ എനിക്കുണ്ടായിരുന്നു. എന്നെ നിയോഗിച്ച സംഘടനയ്ക്കും ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. എങ്കിലും ജഗന്നിയന്താവായ നാഥൻ്റെ പദ്ധതി എല്ലാറ്റിനെയും തോൽപ്പിച്ച് എനിക്ക് വെളിച്ചമേകാനായിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളിൽ ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധരായ ആ രഹസ്യ സംഘടന എന്നെ ശ്രദ്ധിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിൽ നല്ല സ്വാധീനമുള്ളവരും എന്നാൽ വ്യത്യസ്ത വിശ്വാസ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരും ചേർന്ന് രൂപീകരിച്ച ആ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം ഇസ്ലാം വിരുദ്ധ പ്രചാരണവും വെറുപ്പ് പടർത്തലുമായിരുന്നു. ചേർന്നയുടനെ അവനെനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു. മിഡിൽ ഈസ്റ്റിന് പ്രാധാന്യം നൽകി ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിച്ചാൽ എനിക്ക് ഈജിപ്തിലെ അമേരിക്കൻ എംബസിയിൽ ജോലി തരാമെന്നേറ്റു. അങ്ങനെ ഈജിപ്തിലെ സ്ത്രീ സംഘടനകളുടെ മറവിൽ ഇസ്ലാം വിരുദ്ധത പടർത്താനായിരുന്നു എനിക്ക് കിട്ടിയ നിർദ്ദേശം. മാധ്യമങ്ങളിലൂടെ മാത്രം മുസ്ലിം ലോകത്തെ കണ്ട എനിക്കാകട്ടെ അതൊരു നല്ല ആശയമായി തോന്നി. പ്രാകൃതരായ മുസ്ലിം സ്ത്രീകളെ 21-ാം നൂറ്റാണ്ടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നല്ലൊരവസരം. ഈ ഉദ്ദേശത്തോടെ ഞാൻ കോളേജിൽ ചേരുകയും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഖുർആനും ഹദീസും ഇസ്ലാമിക ചരിത്രവുമൊക്കെ എങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കാമെന്നും അവരെന്നെ പഠിപ്പിച്ചു. പക്ഷേ കൂടുതൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലേക്ക് അടുക്കുംതോറും അവ ശരിയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അതെന്നെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരനുഭവമായിരുന്നു. എൻ്റെ മുൻധാരണകളെയും പദ്ധതികളെയുമൊക്കെ തകർക്കാൻ കെൽപ്പുള്ള ഒരു സത്യത്തെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. ഇത്തരമൊരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഗവേഷണം പൂർത്തിയാക്കിയ ഒരു പ്രൊഫസറുടെ കൂടെ ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. പക്ഷേ ആ അന്വേഷണവും എന്നെ ഇസ്ലാമിലേക്കാണ് എത്തിച്ചത്. എൻ്റെ പ്രൊഫസർ ഒരു യൂണിറ്റേറിയൻ ക്രിസ്ത്യാനിയായിരുന്നു. യേശുക്രിസ്തു പ്രവാചകനാണെന്ന് പറഞ്ഞ അദ്ദേഹം ബൈബിളിനെ അതിൻ്റെ ഗ്രീക്ക്, ഹീബ്രു, അരമായിക് ഭാഷകളിൽ എഴുതപ്പെട്ട പഴയ കോപ്പികളുമായി താരതമ്യം ചെയ്തു. ഈ താരതമ്യം ബൈബിളിൽ വന്ന മാറ്റത്തിരുത്തലുകളും അവയുടെ ചരിത്ര പശ്ചാത്തലവും തുറന്നു കാട്ടുന്നതായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഖുർആൻ പറയുന്ന ഏകദൈവ വിശ്വാസത്തിലേക്കെത്തി. അപ്പോഴും ഞാൻ ഒരു മുസ്ലിം ആവാൻ മാനസികമായി തയ്യാറെടുത്തിരുന്നില്ല. വീണ്ടും വായിക്കാനും പഠിക്കാനും ശ്രമിച്ചു. കൂടെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് നിരന്തരം സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏതാണ്ട് 3 വർഷം ഞാൻ നിരന്തരമായ വായനയിലും അന്വേഷണത്തിലുമായിരുന്നു. ആയിടക്കാണ് മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷനിലെ ഒരു സുഹൃത്ത് എൻ്റെ സഹായത്തിനെത്തുന്നത്. അറിവുകൾ പകർന്നു തന്ന് ഇസ്ലാമിലേക്കുള്ള എൻ്റെ പ്രയാണത്തിന് വേഗം കൂട്ടിയത് ആ ചങ്ങാതിയാണ്. നാഥന് സ്തുതി. ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് കുറച്ചു മുസ്ലിം സുഹൃത്തുക്കൾ ടൗണിൽ വരുന്നുണ്ട്, അവരുമായി സംസാരിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. അക്കൂട്ടത്തിൽ മുതിർന്ന ഒരു പണ്ഡിതനോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ക്രൈസ്തവ മതത്തിൽ ആഴത്തിൽ അവഗാഹമുണ്ടായിരുന്ന ആ മനുഷ്യനുമായി സുബഹ് ബാങ്ക് വരെ വൈജ്ഞാനിക സംവാദത്തിലേർപ്പെട്ടു. അങ്ങനെ ആ ചർച്ചയുടെ അവസാനം മറ്റാരും ഇതുവരെ എന്നോട് ചോദിക്കാത്ത ഒരു ചോദ്യം അയാൾ ചോദിച്ചു.
നിനക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? 3 വർഷക്കാലം ഞാൻ അറ്റമില്ലാത്ത ഒരു തിരച്ചിലിലായിരുന്നു. അവസാനം പുതുമഴയെ കാത്തിരുന്ന വേനൽ മണ്ണുപോലെ ഷഹാദത്തിൻ്റെ ആ നിമിഷം എന്നിലേക്കൊരു കുളിരായി പെയ്തിറങ്ങി. ആ നിമിഷം സത്യത്തെ മനസ്സിലുറപ്പിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തീരുമാനമെടുത്തു. ജഗനിയന്താവായ നാഥന് സകല സ്തുതികളും. ഇംഗ്ലീഷിലും അറബിയിലുമായി സത്യസാക്ഷ്യം കേട്ടപ്പോൾ ജീവിതത്തിലിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരനുഭൂതി എന്നെ പൊതിയുകയായിരുന്നു. അൽഹംദുലില്ലാ, പുതുതായി പിറന്നു വീണ ഒരു കുഞ്ഞിനെപ്പോലെ ഇസ്ലാം എന്നെ ഒരു പുതിയ ലോകത്തേക്കെത്തിച്ചു. മുസ്ലിമായി ജീവിച്ചു മരിച്ച് കൺകുളിർമയേകുന്ന സ്വർഗത്തൊപ്പിൽ ഒരുമിച്ചുകൂടാൻ നമുക്കാവട്ടെ.